ഒരുപാട് ഭാരം കുറച്ച് കഴിഞ്ഞാലോ അതിൻ്റെ ഒക്കെ പ്രവർത്തന രീതി വന്നിട്ട് ചേഞ്ച് ആവും. ഇപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹാർട്ട് ഒരു ഉയരത്തിലൊത്ത ശരീരം, ഒരു ഐഡിയൽ വെയിറ്റുള്ള ഒരാളെ ഹാർട്ട് നോർമലായിട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ ബോഡിക്ക് ഡിസൈൻ ചെയ്ത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഈ ആള് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഹാർട്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്ത് പമ്പാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഹാർട്ട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം ഒന്ന് നിങ്ങൾ അധിക ഭാരമായിട്ട് വരുന്നതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നതാണ്. സാധാരണ നമ്മളെപ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും, ബ്ലഡ് എടുത്തിട്ട് കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ ഇതെല്ലാം ചെക്ക് ചെയ്യും. എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ഫാറ്റിന്റെ അളവ്, കൊഴുപ്പിന്റെ അളവ് എത്ര നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഓർഗൻസ്, നിങ്ങളെ ലിവറിന്, അടിവയറ്റിനൊക്കെ കൊഴുപ്പ് കെട്ടിക്കെടുക്കുന്നതിന്റെ അളവ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കൂടുതലുണ്ടെങ്കിൽ അതിനെ കുറച്ച് നോർമലാക്കണം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ നല്ല റെസ്റ്റ് കൊടുക്കണം, എക്സസൈസ് കൊടുക്കണം. ഭക്ഷണത്തിന് നമ്മൾ അളന്ന് പഠിക്കുന്ന ആളുകളാവണം. അളന്ന് കഴിക്കാൻ പഠിക്കുന്ന ആളുകളാവണം. കാരണം കാർബോഹൈഡ്രേറ്റ്, അന്നജം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജിക്ക് വേണ്ടിയിട്ടുള്ള അന്നജത്തിനെ നമ്മൾ കൊടുക്കാൻ വേണ്ടി പഠിക്കണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ, പ്രോട്ടീൻ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണരീതി എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കണം. ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പകർന്നു കൊടുക്കാൻ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഇന്ന് നമ്മൾക്കായിക്കോട്ടെ, നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടിരുന്ന മക്കൾക്കായിക്കോട്ടെ ആരോഗ്യം വന്നിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല.